മെൻസ്ട്രേഷൻ, അതുപോലെ ഡിലേഡ് മെൻസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്നവർ അവരെന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മുൻപ് തന്നെ കഴിക്കണം. 2 നേരം കഴിക്കാം. ഈ 2 ടീസ്പൂൺ അളവ് മതി. സ്ത്രീകളെ പീരീഡ്സ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുറയുന്നതുകൊണ്ട് ഡിലേഡ് ആകുന്നതുകൊണ്ട് ഒത്തിരി പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ പീരീഡ്സ് ആകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഇതുപോലെ 2 സ്പൂൺ എടുത്ത് ഇതേപോലെ തയ്യാറാക്കിയിട്ട് കഴിക്കുക. ഇനി എക്സസീവ് ബ്ലീഡിങ് കൂടുതലായിട്ട് 7 ദിവസമൊക്കെ ഭയങ്കര ഫ്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ക്ഷീണവും തളർച്ചയും കൈകാല് മരവിപ്പും തലചുറ്റും അനീമിയയും ബ്ലഡ് വോളിയം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു, അങ്ങനത്തെ അവസ്ഥയുണ്ടെങ്കിൽ ഭക്ഷണശേഷം കഴിക്കുക. എക്സസീവ് ബ്ലീഡിങ് കൊണ്ട് അനീമിയ വരുമ്പോൾ ഭക്ഷണശേഷം കഴിക്കുക. ബ്ലീഡിങ് കുറഞ്ഞ് മെൻസസ് കുറഞ്ഞ് ഡിലേഡ് മെൻസസ് വരുന്നു, പെയിൻഫുൾ മെൻസസ് വരുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പീരീഡ്സിന് മുൻപ് കഴിക്കുക. ഓക്കെ, സംശയമുണ്ടോ? വീഡിയോ 1-2 തവണ കൂടെ കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ, നേരിട്ട് വിളിക്കണമെങ്കിൽ വിളിക്കും, ഞാൻ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് എപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞു, വലിയവർക്ക് എപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞു, ഗർഭിണികൾ എപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ 7 മാസത്തിൽ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം ഗർഭിണികൾ, പ്രത്യേകം ശ്രദ്ധിക്കുക. 7 മാസം കഴിഞ്ഞാൽ ഭക്ഷണശേഷം കഴിക്കുക. ഓക്കെ, ശോധന